ബോണസാണല്ലോ. ഇപ്പോൾ മാങ്ങാക്കാലമല്ലേ, നമുക്ക് പച്ച മാങ്ങ കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പവും രുചിയുള്ളതായിട്ടുള്ളൊരു വിഭവമാണ്. അതിനായിട്ട് 4-5 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. ശേഷം കുറച്ച് വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞു പോകരുത്. പകുതി വേവാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മാങ്ങയിലെ വെള്ളമെല്ലാം അരിച്ചു മാറ്റി കളയാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം മൂടി വയ്ക്കുക. ആ സമയത്തിനുള്ളിൽ തന്നെ പഞ്ചസാര അലിഞ്ഞ് വെള്ളം പോലെ ആയിട്ടുണ്ടാവും. ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2-3 ഏലക്ക ചതച്ചതും 1 കഷ്ണം പട്ടയും 1 മുറി ചെറുനാരങ്ങാ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് അധികം ഇളക്കാതെ മാങ്ങ പൊടിയാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. മാങ്ങയുടെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മാങ്ങയെല്ലാം ഗ്ലാസ് പോലെ നല്ല ക്ലിയർ ആവും. ആ ഒരു പരുവമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ചൂടാറുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സ്വാദാണ്. പിന്നെ ഇതിൻ്റെ മണവും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അങ്ങനെ പച്ചമാങ്ങ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു മധുര വിഭവമാണ് ഇവിടെ റെഡിയായത്. ഇത് കുറച്ചു കാലം കേടാവാതെ ഇരിക്കും. അപ്പോൾ കൂടുതൽ മാങ്ങ കിട്ടുന്ന ഈ ഒരു സീസണിൽ ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നീട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. നല്ല മണം. കഴിച്ചോട്ടെ. പൊളി കേട്ടോ. പഞ്ചാര കൂടി പോയോ? ആ സാരല്ല. ഏ ആ സാരല്ല.